എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഞാൻ പോഡ്കാസ്റ്റ് പറഞ്ഞോണ്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയി തുടങ്ങി ഞാൻ പോഡ്കാസ്റ്റിൽ പറഞ്ഞോ ഇല്ലേന്ന്. എന്താന്ന് വെച്ചാല് ഞാനൊരു പെൺകുട്ടീനെ മീറ്റ് ചെയ്തു സ്വപ്നത്തില്. എന്നിട്ട് ഈ പെൺകുട്ടിയായിട്ട് ഇൻസ്റ്റന്റ്ലി കണക്ഷൻ, ഭയങ്കര കണക്ഷൻ. ലൈക്ക് ആ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഇയേഴ്സായിട്ട് ആ കുട്ടീനായിട്ടുള്ളൊരു കെമിസ്ട്രി ഒക്കെ ഉള്ള പോലെ തോന്നി. അങ്ങനെ ഇവള് വൻ റിച്ച് ആയിരുന്നു, സ്വാഭാവികം, എൻ്റെ സ്വപ്നമല്ലേ. അപ്പോൾ എന്നിട്ട് ഇവള് വൻ റിച്ച് ആയിരുന്നു. എന്നിട്ട് ഇവളുടെ ഫാമിലിയിൽ എന്തോ വെഡ്ഡിങ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസത്തെ പരിചയമുള്ളൂ. പക്ഷെ ഇവൾ എന്നോട് പറഞ്ഞു, നീ എൻ്റെ കൂടെ ഈ കല്യാണത്തിന് വരുമോ എന്ന് ചോദിച്ചു, കമ്പനിയായിട്ട്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച്, ദിസ് ഡസ് നോട്ട് മേക്ക് എനി സെൻസ്, ബട്ട് ദിസ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി. ലൈഫിൽ ഒരു അഡ്വെഞ്ചർ, ഒരു ത്രില്ല്, ഇതിന്ന് എന്ത് സ്റ്റോറിയൊക്കെ വരും എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ യെസ് എന്ന് പറഞ്ഞേ. ഇവള് വൻ റിച്ച് ആയതുകൊണ്ട് ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരുന്നു. എന്നിട്ട് ഇപ്പൊ ഇതൊരു മൂവി ആണെങ്കിൽ ഞാൻ യെസ് എന്ന് പറയലും കട്ടു അടുത്തത് പറഞ്ഞാൽ വല്ല മോണക്കോ ഒക്കെ പോലത്തെ ലക്ഷറിയസ് യൂറോപ്യൻ സിറ്റിയിലാണ് ഇത് തുറക്കുന്നത്. എന്നിട്ട് ഫുൾ ലക്ഷറി ഹോട്ടലിലൊക്കെ ഞങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് ലക്ഷറി ഹോട്ടലിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് സ്വപ്നത്തിലാവുന്നില്ലേ. എന്നിട്ട് പിന്നെ സെൻസർ ചെയ്യാനുള്ള അതെ. അങ്ങനെ എന്താ അടുത്ത് ഞാൻ കണ്ണു തുറക്കുമ്പം ഒരു ഡ്രോൺ ഷോട്ടൊക്കെയാണ് എൻ്റെ മനസ്സിലായിരുന്നു. ആ ലക്ഷറി ഹോട്ടൽ, ബീച്ചിന്റെ തൊട്ടടുത്ത് ആൾക്കാരൊക്കെ ഫുൾ ജെറ്റ് സ്കി, ഫുൾ ലക്ഷറി, മറ്റേ ഓൾഡ് മണി പീപ്പിൾ ഒക്കെ ഉള്ളൊരു സ്ഥലം. അങ്ങനെ ഞാൻ എന്താ അവിടെ നിൽക്കുന്നു, ഞാൻ ഇവിടെ ഫുൾ ഫാമിലിനെ പരിചയപ്പെടുന്നു, എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ എന്താ വെഡ്ഡിങ്ങിന്റെ ഇവന്റ് തുടങ്ങാറായി. അങ്ങനെ അവർ പറഞ്ഞു ഓക്കെ എല്ലാവരും ഒന്ന് ചേഞ്ച് ചെയ്ത് പോകാന്നാണ്. അങ്ങനെ ഞാൻ ചേഞ്ച് ചെയ്തൊരു ഫോർമൽ ഔട്ട്ഫിറ്റ് ഇട്ട് വന്ന്, ഫോർമൽ ഔട്ട്ഫിറ്റ് ഇട്ട് ഞാൻ വന്നപ്പോൾ ഉണ്ട് എല്ലാവരും ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്തിടാൻ. സൂട്ടും എന്തൊക്കെ എല്ലാവരും സൂട്ട് എന്ന് പറഞ്ഞാൽ ഞാനും അത്യാവശ്യം സൂട്ടൊക്കെ പോലിട്ട്. പക്ഷെ ഞാന് ഒക്കെ ഇവര് എന്നേക്കാൾ എത്ര ലീഗ്സ് അബോവാണ് ഇവരെ ഔട്ട്ഫിറ്റ്. കറവക്കാരൊക്കെ ഓട്ടിട്ട് ഞാൻ എന്റെ സാധാ ഒരു സൂട്ട് അവിടെ എനിക്ക് ആകെ ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് വന്നു. ഐ ഡോണ്ട് ബിലോങ് ഹിയർ എന്നുള്ള രീതിയിൽ. എന്നിട്ട് ഇത് ലക്ഷറിയസ് ഹോട്ടലല്ല, ഹോട്ടലിൽ തന്നെ ഇതുണ്ട്, എന്താ ക്ലോത്തിങ് സ്റ്റോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയി ഞാൻ ഡ്രസ്സ് എടുക്കാൻ വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചേ, ഞാൻ വന്ന പെൺകുട്ടീനെ കാണാനില്ല. അങ്ങനെ ഞാൻ ഈ പെൺകുട്ടീനെ തപ്പുന്നു, അതേസമയം എനിക്ക് എന്താ ഈ ഹോട്ടലിലെ ഡ്രസ്സ് നോക്കണം. അങ്ങനെ ഞാൻ ഭയങ്കര ഓവർവെൽഡായി. എനിക്ക് എന്താ ചെയ്യണ്ടേന്ന് അറിയാതെ ഞാൻ എങ്ങനെ ഇവളെ കണ്ടുപിടിക്കും, എങ്ങനെ ഈ വെഡിങ് അറ്റൻഡ് ചെയ്യും, ഏത് ഡ്രസ്സ് എടുക്കും. ആ സമയത്ത് ഞാൻ ഇങ്ങനെ പൊക്കോണ്ട് നിന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു റാൻഡം കസിനെ അങ്ങ് അവിടുന്ന് കണ്ടുമുട്ടും. അവിടെ ഡ്രീമെന്റായി. എന്തായിരിക്കും ഡ്രീമിന്റെ അർത്ഥം ആർക്കറിയാം. എന്തു ആവാം. ചിലപ്പം നീ ഉറങ്ങുമ്പോ അതേപോലെ ഒരു പൈസക്കാരിയായ പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്നൊക്കെ ആലോചിച്ച് കിടന്നു. ഞാൻ അങ്ങനെ ഒന്നും ആലോചിച്ചില്ല.